മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നൊരു വാർത്ത ഇന്നലെ മുതൽ നമ്മുടെ എല്ലാവരുടെയും മൊബൈൽ ഫോണുകളിലും ടി വികളിലും പത്രങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. വളരെയധികം ദാരുണമായി ഒരു കുഞ്ഞിനെ എങ്ങനെ ഉപദ്രവിക്കാം, കൊലപ്പെടുത്താം എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അച്ഛനെന്നോ അമ്മയെന്നോ എന്തിന് മനുഷ്യനെന്ന് പോലും നമുക്ക് വിളിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു പിഞ്ചു കുഞ്ഞിനോട് പെരുമാറിയ രണ്ടു പേരുടെ വാർത്ത ഇന്ന് എല്ലാവരുടെ അടുക്കലേക്കും എത്തുന്നു. കൊല്ലാനുള്ള ദേഷ്യത്തോടെയാണ് എല്ലാവരും ഇപ്പോൾ അവരെ നോക്കിക്കാണുന്നത്. തല ഭിത്തിയിലിടിപ്പിച്ചും കാലിൽ തീവച്ചു പൊള്ളിച്ചും നെഞ്ചിൽ ചവിട്ടിയും 1.5 വയസ്സുകാരൻ അർഷിദിനെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നുവെന്ന അമ്മയുടെ സുഹൃത്ത് അഷ്കറിൻ്റെ കുറ്റസമ്മതം ഇന്ന് ആ കേസിന് വലിയ വഴിത്തിരിവും അതുപോലെ വലിയ ഒരു നിയമത്തിലേക്കുള്ള സാധ്യതയുമാണ് തുറന്നു കാണിക്കുന്നത് എന്ന് പറയാം. കുട്ടി തനിക്ക് ബാധിതയാകുമെന്നുള്ള ഭയം, അതായിരുന്നു ഇയാൾ ആ കുട്ടിയെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടുകാർ പലപ്പോഴായി കുട്ടിയെ അവകാശപ്പെടുകയും കുട്ടിയെ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ കൊടുക്കാൻ വിസമ്മതിച്ചതും ഇയാൾ സ്നേഹിക്കുന്ന ഈ കുട്ടിയുടെ അമ്മ എന്ന് പറയുന്ന അഖില തന്നെയാണ്. പലപ്പോഴായി തന്നെ അവർ കുഞ്ഞിന് വേണ്ടി നിയമപരമായി തന്നെ പോരാടിയിട്ടുണ്ട്. കുഞ്ഞിനെ പലപ്പോഴായി കണ്ടപ്പോൾ തന്നെ അതിനെ ഉപദ്രവിക്കുന്നതായി ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ട് തന്നെയാണ് പലപ്പോഴായി കുഞ്ഞിനെ വേണമെന്നവർ ആവശ്യപ്പെട്ടതെന്നും മനസ്സിലാകുന്നു. എന്നിട്ടും അഖില എന്ന അമ്മ കൊടുക്കാൻ തയ്യാറായില്ല. അഷ്കർ കുഞ്ഞിനെ മർദ്ദിക്കുന്ന വിവരം തനിക്ക് അറിയാമായിരുന്നു എന്ന അമ്മ അഖില പറഞ്ഞതോടെ നാട്ടുകാരും എല്ലാവരും ആ അമ്മയെയും കൂടി ഉപേക്ഷിച്ചു. ഇനി ആ കുഞ്ഞിൻ്റെ അമ്മ എന്നൊരിക്കലും അവളെ പറയരുത് എന്ന് പ്രതികരിക്കാൻ തുടങ്ങി നാട്ടുകാരും എല്ലാവരും. കാരണം സ്വന്തം കുഞ്ഞിനെ ഒരാൾ ഉപദ്രവിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുകയും തൻ്റെ അറിവോടെയുമാണെന്നറിയുമ്പോൾ ആർക്കായാലും അത് സഹിക്കാനാകില്ല. ദേഹമാസകല മുറിവുകളുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നെടുമങ്ങാട് പനവൂർ സ്വദേശി അർഷിദ് വെള്ളിയാഴ്ച രാത്രിയാണ് മരിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ 2 പ്രതികളെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പ്രതികൾ ഒന്നിച്ചു താമസിച്ചിരുന്ന പനവൂർ കരിക്കുഴിയിലെ വാടക വീട്ടിലേക്ക് പോലീസ് ഇന്നലെ അഷ്കറിനെ തെളിവെടുപ്പിനായി എത്തിച്ചപ്പോൾ വൻ ജനരോക്ഷമായിരുന്നു. പോലീസ് വലയം ഭേദിച്ച് നാട്ടുകാരിൽ പലരും പ്രതിയെ കൈയേറ്റം ചെയ്തതുപോലും. ആർക്കായാലും അത് അടിക്കണമെന്നുള്ളൊരു ആഗ്രഹം തോന്നിപ്പോകും. കാരണം അത്രമാത്രം ക്രൂരതയാണ് അയാൾ ചെയ്തത്. ഇന്ന് ജൂൺ 1. ഭൂരിഭാഗം കുട്ടികളും അവരുടെ സ്കൂളിലെ കാലത്തിലേക്ക് തിരികെ എത്തുകയാണ്. അവരെല്ലാവരും പുതിയ പുസ്തകങ്ങളും പുതിയ ബാഗും കുപ്പായവുമായി അവരുടെ സ്കൂളിലേക്ക് പോകുന്ന ദിവസമാണ്. ഈ ഒരു ദിവസം തന്നെ നമ്മൾ കേൾക്കുന്നത് പിഞ്ചു കുഞ്ഞിൻ്റെ കരച്ചിലാണ്. ഇന്ന് ഭൂരിഭാഗം വീട്ടിലും തൻ്റെ മക്കളെ സുരക്ഷിതമായി വാനിലും അതുപോലെ സ്കൂളിലും എത്തിച്ച മാതാപിതാക്കളുടെ മനസ്സിലും ആ കുഞ്ഞ് ഉണ്ടാകും. കാരണം 2 കൈകൾ ഒടിഞ്ഞ കുഞ്ഞിൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നതോടെ തന്നെ അന്ന് മുതൽ ഈ കുഞ്ഞ് അനുഭവിക്കുന്ന ദാരുണമായ വേദനയെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ആ കുഞ്ഞ് എത്രമാത്രം വേദന സഹിച്ചിട്ടുണ്ടായിരിക്കാം. ആരോരുമില്ലാതെ ആരെങ്കിലും തനിക്ക് ഉണ്ടായിരുന്നുവെങ്കിലെന്ന് ഒരുപക്ഷെ അവൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. എന്താണ് സംഭവിക്കുന്നതെന്നോ ഇയാൾ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നതെന്ന് പോലും അവൻ അറിയില്ലായിരിക്കാം. ആ പ്രായത്തിൽ അവൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? ഇന്ന് ധാരാളം അമ്മ തൊട്ടിലുകളും അനാഥാലയങ്ങളും ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലത്തേക്കെങ്കിലും ആക്കാമായിരുന്നില്ലേ? എന്തിനായിരുന്നു ആ പിഞ്ചു കുഞ്ഞിനെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്തതെന്ന് നാട്ടുകാർ ചോദിക്കുന്നു.